ശ്രീ വി രാജേഷ്, നമസ്കാരം. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് 12 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാവും. എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്? ശ്രമങ്ങൾ ഏത് വിധത്തിൽ മുന്നോട്ട് പോകുന്നു? കേരളത്തിൽ വളരെ നല്ല തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനെ BJP നേരിടുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ മുന്നേറ്റം, അതായത് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന മുന്നേറ്റം പോലെ, BJPക്ക് അനുകൂലമായി ഉണ്ടാകുന്ന മുന്നേറ്റം പോലെ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ചും തൃശ്ശൂർ, തിരുവനന്തപുരം, അതുപോലെ തന്നെ പാലക്കാട് ഭരണം നിലനിർത്തും. നിരവധി മുനിസിപ്പാലിറ്റികൾ ഭരണത്തിലെത്തും. ആ രീതിയിലുള്ള വലിയൊരു മുന്നേറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ശബരിനാഥാണെന്ന് തോന്നുന്നു എനിക്ക് മുമ്പ് സംസാരിച്ചത്. ശബരി ഞാൻ പറയുന്നത് കേൾക്കുന്നോന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഞങ്ങൾക്ക് 1-2 മുനിസിപ്പാലിറ്റികൾ ഭരണം ലഭിച്ചപ്പോഴുള്ള ചില വ്യത്യസ്ത അഭിപ്രായങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു അഭിപ്രായ വ്യത്യാസവും ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധി ശബരി ആയതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും മറുപടിയില്ല. പിന്നെ രാവിലെ തന്നെ ആ രീതിയിൽ പ്രതികരിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ്. മറ്റൊന്ന്, കോൺഗ്രസിന്റെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളുടെയൊക്കെ ഭരിച്ചതിന്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോ കോൺഗ്രസ് ഇവിടെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, മുൻ MLA ഇറക്കിയുള്ള പരീക്ഷണം വേറൊരിടത്തും കണ്ടില്ലെന്ന്. കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഈ അവസ്ഥ തിരുവനന്തപുരത്ത് എത്തിയത്? 42 കൗൺസിലർമാരുണ്ടായിരുന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോഴേക്കും CPM കാട്ടിയ എല്ലാ അഴിമതികൾക്കും കൂട്ടുനിൽക്കുകയും താൽക്കാലിക നിയമനങ്ങൾ 100 നിയമനങ്ങൾ വന്നു കഴിഞ്ഞാൽ 10 എണ്ണം വാങ്ങിക്കൊണ്ട് CPMന് മുമ്പ്, അഴിമതിക്ക് മുമ്പ് സറണ്ടർ ചെയ്യപ്പെട്ടതുകൊണ്ടാണ് 8 സീറ്റിലേക്ക് അവർ ചുരുങ്ങിയത്. പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, ഞങ്ങൾ 10 വർഷം പ്രതിപക്ഷത്തായിരുന്നു. ഈ 10 വർഷം, പ്രത്യേകിച്ച് 2020 മുതൽ 25 വരെയുള്ള 5 വർഷം, ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സകല അഴിമതികളും ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന് ശക്തമായ പോരാട്ടം, നിങ്ങളുടെ മാധ്യമപ്രവർത്തകർക്ക് തന്നെ എത്രയോ രാത്രികളിൽ, രാവും പകലും ആ കോർപ്പറേഷന് മുൻപിൽ അഴിമതിക്കെതിരായി ഞങ്ങൾ നടത്തിയ സമരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ജയിലിലടയ്ക്കുന്ന തരത്തിലേക്ക്, നമ്മുടെയൊക്കെ തന്നെ വീട്ടുകാരൻ തട്ടിച്ച വിഷയം, അതോടൊപ്പം തന്നെ പട്ടികജാതി ഫണ്ട് തട്ടിച്ചത്, ആര്യാരാജന്റെ ധാർഷ്ട്യം, ഇതിനൊക്കെതിരെ വലിയൊരു പോരാട്ടം, ഒരു മാതൃകാ പ്രതിപക്ഷമായി 5 വർഷം പ്രവർത്തിച്ചു. സ്ത്രീകളും പുരുഷന്മാർക്കൊക്കെ എതിരെ 10,000 ക്രിമിനൽ കേസുകളൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നേരിട്ട് 5 വർഷം ഞങ്ങൾ മാതൃകാ പ്രതിപക്ഷമായി പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ചോദിച്ചില്ലേ, മുൻ MLA കോൺഗ്രസ് കൊണ്ട് മത്സരിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം നടത്തിയ വളരെ ശക്തമായ പോരാട്ടങ്ങൾ കാരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്രത്തോളം അഴിമതി നടക്കുന്നുവെന്ന് ജനങ്ങൾ അറിയുകയും ഈ ഭരണം മാറണം എന്നുള്ള ഒരു ചിന്താഗതി വരികയും ചെയ്തത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും സജീവമായത്. വേറൊന്ന്, UDF ഉൾപ്പെടെയുള്ള ജാഥകളിലൊക്കെ അവർ പറയുന്നത് എന്താണ്? ഈ ഭരണം മാറണം, അഴിമതി ഭരണം മാറണം. ഞങ്ങളും പറയുന്നു, ജനങ്ങളും പറയുന്നു, അഴിമതി ഭരണം മാറണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അഴിമതി ഭരണം മാറണമെങ്കിൽ എന്തായാലും 8 സീറ്റുള്ള കോൺഗ്രസിന് 51 സീറ്റാക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ എളുപ്പമാണ് 35 സീറ്റുള്ള NDA BJP. ശരി, വളരെ നന്ദി വി രാജേഷ്, അഭിപ്രായം പങ്കുവച്ചത്.